യുദ്ധത്തിന് തൊട്ടു പിന്നാലെ ഇറാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലെന്ന് റിപ്പോർട്ട്. മരുന്നുകൾക്കും ഭക്ഷ്യവസ്തുക്കൾക്കും വില കൂടുന്നു. ബാങ്കുകളിൽ നിന്ന് പണം പിൻവലിക്കപ്പെടുന്നതിനും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. യുദ്ധത്തിന്റെ പുക ഉയർന്നതിനോടൊപ്പം അവശ്യവസ്തുക്കളുടെ വിലയും ഇറാനിൽ ഉയരുകയാണ്. നിത്യോപയോഗ സാധനങ്ങൾ, മരുന്നുകൾ എന്നിവയുടെ വിലയാണ് ഓരോ ദിവസവും വർദ്ധിക്കുന്നത്. റോഡുകളും പാലങ്ങളും തകർന്നതോടെ ഭക്ഷ്യവസ്തുക്കൾ എത്താത്തത് കാരണമാണ് വില കൂടുന്നതെന്ന് സാമ്പത്തിക റിപ്പോർട്ടുകളിൽ പറയുന്നു. ജീവൻ രക്ഷാ മരുന്നുകളോടൊപ്പം ക്യാൻസർ പോലുള്ള രോഗങ്ങൾക്കുള്ള ഗുളികകളുടെ വിലയും 10 ഇരട്ടിയിലധികമാണ് വർദ്ധിച്ചത്. ഇറാന്റെ കറൻസിയായ റിയാലിന്റെ മൂല്യം ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റിയാലിന്റെ മൂല്യം ഇടിയുന്നത് തടയാൻ സർക്കാർ നടത്തിയ നീക്കങ്ങളും പരാജയപ്പെടുന്നു. ബാങ്കുകളെ സഹായിക്കാനായി കേന്ദ്ര ബാങ്കുകളുടെ ഇടപെടലുകൾ പണപ്പെരുപ്പം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. തൊഴിലില്ലായ്മയാണ് മറ്റൊരു പ്രശ്നം. വൻകിട വ്യവസായശാലകളും യുദ്ധഭീതിയിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. തൊഴിൽ നഷ്ടപ്പെടാൻ തുടങ്ങിയതോടെ കുടിയേറ്റ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ നാട്ടിലേക്ക് മടക്കയാത്ര തുടങ്ങി. ഉരുക്ക്, പെട്രോൾ, കെമിക്കൽ വ്യവസായങ്ങളും കടുത്ത പ്രതിസന്ധിയിലാണ്. റോഡുകൾ തകർന്നതോടെ കയറ്റുമതിയെയും കാര്യമായി ബാധിച്ചു. യുദ്ധം അവസാനിച്ചാലും ഇറാന് നിലവിലെ സാഹചര്യത്തിലൊന്ന് കരകയറാൻ വലിയ സാമ്പത്തിക പരിഷ്കാരങ്ങളും വിദേശ രാജ്യങ്ങളുടെ കൈത്താങ്ങും വേണ്ടിവരും. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.